ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 48 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഹെയർ കെയർ ആയിട്ട് ഉപയോഗിക്കാനുള്ള റെമഡി എന്ന് പറയുന്നത് ടീ ഡിക്കോക്ഷനാണ്. ഓക്കെ, അപ്പോൾ ടീ ഡിക്കോക്ഷൻ എടുത്തിട്ട് അതിൽ ഇത് ഉലുവ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ആ ഒരു വെള്ളം ഇത് ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം, ഹെയർ ടോണിക്കായിട്ട്. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തലയൊട്ടിയുടെ ഭാഗമെല്ലാം നോക്കിയിട്ട് നന്നായി 10-15 മിനിറ്റ്സ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടോണർ റെഗുലറായി ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ കൺട്രോൾ ആവാൻ തുടങ്ങും. പിന്നെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പിന്നെ മുടി നല്ല കറുപ്പോടെ ഇരിക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് റാഗി സോക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം ഏത് ഡ്രൈ ഫ്രൂട്ട് ഇഷ്ടമാണോ അതെടുക്കാം. റാഗി ഇല്ലാത്തവർ വേണ്ട, നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഏതായാലും സീസണൽ ഫ്രൂട്ട്സ് ആവാം, പോമോഗ്രാനൈറ്റ് ആവാം, ആപ്പിൾ ആവാം, ഇല്ലെങ്കിൽ ബനാന ആവാം, ഏതായാലും ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ നന്നായി വെള്ളം കുടിക്കണം. 8 glasses ഓഫ് വാട്ടർ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസിൽ. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരുപാട് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരുപാട് ഹെയർ കെയർ വീഡിയോസ് ഇനിയും വരാനുണ്ട്. പിന്നെ ഇനി ഞാൻ കടക്കുന്നത് സ്കിൻ കെയർ ആയിട്ടുള്ള വീഡിയോസിലോട്ടുമാണ്. പിന്നെ ഫാഷൻ ടിപ്സൊക്കെ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ്സിലൂടെ അറിയിക്കുക. പിന്നെ റെഗുലറായി ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ എല്ലാവരും കെയർ എടുക്കുക. പിന്നെ കമ്മ്യൂണിറ്റി ടാബും ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ ഹെയർ കെയർ ഉള്ള നിങ്ങളുടെ മുടിയിൽ വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.